السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്താണ് ഇനി എടുക്കാനുള്ളത് അല്ലേ? 36 ആയത്ത് നമ്പർ. ഓക്കെ അല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. وإذ تقول للذي أنعم الله عليه وأنعمت عليه أمسك عليك زوجك واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس والله أحق أن تخشاه. فلما قضى زيد منها وطرا زوجناكها لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا. أعوذ بسم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. സൂറത്തുൽ അഹ്സാബിന്റെ 35 വരെയുള്ള ആയത്താണ് നമ്മൾ പഠിച്ചത് അല്ലെ? നമ്മൾ ഖുർആൻ പഠിക്കാനിരിക്കുന്ന നെയ്യത്തുണ്ടല്ലോ അല്ലെ? ഓരോ അക്ഷരത്തിനും 10 പുണ്യമുണ്ട്. റഹ്മത്തിന്റെ മലക്കുകൾ ഇവിടുണ്ട്, നമുക്ക് ചുറ്റും സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹു നമ്മെ കുറിച്ച് മലക്കുകളുടെ സദസ്സിൽ അള്ളാഹു നമ്മെ കുറിച്ച് പ്രകീർത്തിച്ച് പറയുന്നുണ്ട് എന്നുള്ള ആ ബോധം ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകുന്നു. നമ്മൾ കഴിഞ്ഞ ആ അവസാനത്തെ ആയത്തെ പറഞ്ഞു ഓർമ്മയുണ്ട്? പെട്ടെന്ന് പഠിക്കാവുന്ന ഒരായത്തായിരുന്നു. അതുകൊണ്ട് ചോദിച്ചാ ഏതാ? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത് والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما.
നമ്മളെല്ലാവരും ആയില്ലേ? അങ്ങനെ തന്നെ ഈ ഗുണങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് ഉണ്ടാവണം. അങ്ങനെയുള്ള ആ ആളുകൾക്ക് ഇനി ഉണ്ടാകേണ്ട ചില ഗുണങ്ങളെ കുറിച്ചും അതിനുശേഷം വരുന്ന ഒരു വലിയൊരു നിയമത്തിൽ, അതിനുശേഷം വരുന്ന ഒരു നിയമം അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാകണ്ട എന്നെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആയത്താണ് ഈ 36-ാമത്തെ ആയത്ത്. ഒമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ. തൊട്ടു മുമ്പ് മുഅ്മിനും മുഅ്മിനത്തൊക്കെ ആരായിരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഒമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനത്തായ വിശ്വാസിയായ സ്ത്രീക്കോ വിശ്വാസിയായ പുരുഷനോ പാടുള്ളതല്ല, ആകാൻ പാടില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു, എന്താണ്? അല്ലാഹുവും റസൂലും വിധിച്ചാൽ, വിധി പുറപ്പെടുവിപ്പിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവും റസൂലും ഒരു കാര്യത്തിൽ വിധി വന്നു, അള്ളാഹുവിന്റെയും റസൂലിന്റെയും. അങ്ങനെ വന്നാൽ പിന്നെന്താണ്? ഒരു മുഅ്മിനായ മുഅ്മിനത്തായ വിശ്വാസിയോ വിശ്വാസിനിയായ സ്ത്രീക്കോ പുരുഷനോ ആകാൻ പാടില്ല. അൻ യകൂന ലഹുമുൽ ഖീറ, പിന്നെ അവിടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം അത് അങ്ങനെ പറ്റുമോ, ഇതിങ്ങനെ പറ്റുമോ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരു വിധി വന്നാൽ അത് അതുപോലെ തന്നെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അൻ യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ പിന്നെ അവർക്കുള്ള ഒരു തെരഞ്ഞെടുപ്പില്ല. അവർ ഉദ്ദേശിക്കുന്നത് പോലെ അത് നടത്താൻ പറ്റില്ല. വമൻ യഅസില്ലാ, എന്താണ് അസാ യഅസി? കുറെ വന്നേക്കണില്ല, അവിടെ ചോദിക്കുന്നത്. വമൻ യഅസില്ലാഹ, അല്ലാഹുവിനെ ധിക്കരിച്ചാൽ, മഅസിയത്ത്, വറസൂലഹു, അവന്റെ റസൂലിനെയും ധിക്കരിച്ചാൽ, ഫഖദ് ദല്ല ദലാലൻ മുബീന, അവൻ എന്താണ്? വ്യക്തമായ വഴികേടിലേക്ക് വഴിതെളിക്കപ്പെടും, വഴികേടിലായിത്തീരും. അപ്പോൾ ഒരു വിശ്വാസിയായ സ്ത്രീക്കോ പുരുഷനോ അള്ളാഹുവും റസൂലും ഒരുപക്ഷെ അത് നമുക്ക് ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തായിരിക്കും. അത് നമ്മുടെ ബുദ്ധിയുടെ കുറവാണ്, അത് നമ്മുടെ ബുദ്ധിയുടെ കുറവാണ്. ആ നിയമം അള്ളാഹുവും റസൂലും പറഞ്ഞാൽ, റസൂല് പറയുക എന്ന് വെച്ചാൽ അള്ളാഹു പറയുന്നതാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംസാരവും സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ല വഹീൻ യൂഹ, വഹീ നൽകപ്പെട്ടതല്ലാതെ. അള്ളാഹു വഹീ നൽകപ്പെട്ട കാര്യം മാത്രമാണ് ദീനിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവും റസൂലും ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ ഒരു വിധി കൽപ്പിച്ചാൽ പിന്നെ അവിടെ തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒഴിവുകഴിവുകൾ പറയാൻ അതങ്ങനെ അല്ല. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, പിന്നെ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്ന പണ്ഡിതൻ പറഞ്ഞു, ഇന്ന മദ്ഹബിന്റെ ഇതനുസരിച്ച് കഴിയില്ല. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ എല്ലാവരുടെയും വാക്ക് തള്ളുകയും കൊള്ളുകയും ചെയ്യാം. ഈ ലോകത്ത് ജനിച്ച എല്ലാ മനുഷ്യരുടെയും വാക്ക് തള്ളുകയും കൊള്ളുകയും ചെയ്യാനുള്ള അവസരമുണ്ട്. ആലോചിച്ച് ഈ കബറിടത്തിൽ കിടക്കുന്ന, മദീനയിൽ നിന്നുകൊണ്ട് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് വിളിച്ചു. അതുകൊണ്ട് അത് തള്ളാൻ പറ്റില്ല. എന്താണോ പറഞ്ഞത് അതങ്ങ് സ്വീകരിക്കുക. ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആ പറഞ്ഞ കാര്യം ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷെ അത് വിധിയാണെന്ന് അറിയും, അത് അംഗീകരിക്കുകയും അതാണ് വിധി, അല്ലാതെ അതല്ല അതിനപ്പുറത്തേക്ക് അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഇന്ന പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന ആള് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല, എൻ്റെ ബുദ്ധിക്കില്ല. പല ആളുകളും പല രീതിയിൽ വഴിതെറ്റിപ്പോകുന്നത് ഈ വിധിയുടെ വിഷയത്തിൽ വരുമ്പോൾ അവർ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അല്ലെങ്കിൽ കാലാനുസൃതമല്ല. പലപ്പോഴും നമുക്കറിയാം കാലാനുസൃതമല്ല, ഇന്ന് മാറ്റിത്തിരുത്തേണ്ടതാണ് എന്നെല്ലാം പറയുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു വാക്കുപോലും വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അവൻ മുർത്തദ്ദായി പോകും. കുഫ്രിയത്ത്, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഒരു വിധി അത് അല്ലെങ്കിൽ ആ വിധി മാറ്റേണ്ടതാണെന്ന് പറഞ്ഞ് അത് കുഫ്രിയത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ
സൂക്ഷിക്കേണ്ടുന്ന വിഷയം കൂടിയാണ്. ഈ ആയത്ത് ഇറങ്ങാൻ ഒരു കാരണം കൂടിയുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹ സൈനബ് ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. പക്ഷെ അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായ, ആരാണ് മൗല? സെയ്ദ് റളിയല്ലാഹു അൻഹു അല്ലെ, സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പൊ വിവാഹം ആലോചിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ആലോചിച്ച് ചെന്നപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ എന്ത് പറഞ്ഞു? സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ വലിയ കുലീനയായ സ്ത്രീയല്ലേ, ഒരു അടിമയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചത്. അങ്ങനെ വിവാഹം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങിയതാണ് ഈ ആയത്തെന്ന് അതുമായി ബന്ധപ്പെട്ട ഇതിൽ കാണാൻ കഴിയും. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? വിവാഹം സെയ്ദുമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ അതിന് കഴിയോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ ഇവിടെ എന്താ കുലീനതയുടെയോ മറ്റേതെങ്കിലും ഒന്നിന്റെയും വിഷയങ്ങളൊന്നുമില്ല. എന്താണോ മുഅ്മിനും മുസ്ലിമുമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ വിവേചിക്കാൻ ഒന്നുമില്ല. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും. പിന്നെ വിശ്വാസിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഓക്കെയാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹം നടക്കുകയും ചെയ്തു. എന്ത് തന്നെയായാലും അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അതായത് ഒരു അള്ളാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അവിടെ മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ വിഷയം അത് ശരിയാണോ, അങ്ങനെ പറ്റൂല. സ്വന്തം ഇച്ഛയെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിലേക്ക് പാടില്ല. ഇതിനു മുമ്പ് നമ്മൾ ഈ ആയത്തിന് മുമ്പ് വിശദീകരിച്ച ആയത്താണ്. ഏതാണ് നമ്മൾ പഠിച്ചില്ലേ? അന്നബിയു പറഞ്ഞോ, നബിയു ഔല ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഓർക്കല്ലേ, ഞാൻ ആയത്തൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ഭയങ്കര ആയത്താണേ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഉണ്ടാകേണ്ട ഒരു ആയത്താണ്. എന്ത്? അന്നബിയു ഔല ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. എന്താ അർത്ഥം? അന്നബിയു പ്രവാചകനാണ്, ഔല അവൻ ഏറ്റവും വേണ്ടപ്പെട്ടത്. ആർക്ക്? ബിൽ മുഅ്മിനീന വിശ്വാസികൾക്ക്, മിൻ അൻഫുസിഹിം അവന്റെ സ്വന്തത്തെക്കാൾ. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. എന്നാലാണ് നമുക്ക് ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളും എന്തെങ്കിലും നമ്മുടെ ഇച്ഛകളെ മാറ്റിവെക്കാൻ പറ്റുള്ളൂ. ഇച്ഛകളെ മാറ്റിവെക്കാൻ പറ്റണമെങ്കിൽ ഈ ഒരു ആയത്തിന്റെ ഈ ഒരു നാല് വാക്കുള്ളൂ. അതല്ലേ? അന്നബിയു ഔല ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ആയത്ത് ആ 4 വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇച്ഛകളെ പിൻപറ്റാൻ പോകുമ്പോൾ നമുക്ക് ഏതൊരു വിഷയത്തിലും ജീവിച്ചു തീർക്കുന്ന ഓരോ നിമിഷവും ഇച്ഛകളെ പിൻപറ്റാൻ പോകുമ്പോൾ ഔല ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, എന്റെ നഫ്സിനേക്കാൾ ഞാൻ ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ അവിടെ തീർന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചു തന്ന മാതൃകയിൽ ഞാൻ ചെയ്യാൻ പോണ കാര്യമുണ്ടോ? ഓക്കെ, ഇല്ലേ? മാറ്റി വെക്കേണ്ടി വരും. അവിടെ ഉള്ളൂ. അപ്പൊ അത് തന്നെയാണ് അതിന്റെ മറ്റൊരു ഇതാണ് ഈ ഇത്. അത് നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ പിന്നെ മറ്റാരും ഏത് പണ്ഡിതൻ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇല്ല, ഇവിടെ ഒരു ചോയ്സ് ഇല്ല. ഇനി ബാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും ഭാര്യ പറഞ്ഞാലും ഭർത്താവ് പറഞ്ഞാലും തുറന്നു പറയാം. പറ്റൂല, എനിക്ക് കഴിയില്ല, അല്ലെ? ഭാര്യ എല്ലാ രീതിയിലും ഭർത്താവിനെ അനുസരിക്കണം. പക്ഷെ അള്ളാഹുവിനെതിരായിട്ട് വന്നാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെല്ലുകൾക്കെതിരായിട്ട് ഭർത്താവ് പറഞ്ഞാലോ ഇല്ല, കഴിയില്ല, അല്ലെ? നിന്റെ പർദ്ദ ഇടണ്ട, ചുരിദാർ ഇട്ടോ, വേണ്ട. അങ്ങനെ പിന്നെ സൗന്ദര്യം കാണിക്കാനുള്ളതല്ല. ചുരിദാർ സൗന്ദര്യം കാണിക്കാൻ പറ്റാത്ത രീതിയിലും ചുരിദാർ ഇടാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞ അങ്ങനെ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ഉമ്മയ്ക്ക് മക്കളോടും മക്കൾക്ക് ഉമ്മയോടും എല്ലാം പറയാവുന്ന ഒരു വാക്കാണ് ഇത്. ഈ അന്നബിയ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വമാ മാ കാന ലിൽ മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു അംറൻ ഇദാ ഖലല്ലാഹു റസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖീറ. അവർക്കൊരു തെരഞ്ഞെടുക്കാനുള്ള മറ്റൊരു
ഒരവസരം ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഈ ആയത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ 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 നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും ഉൾക്കൊണ്ട് ജീവിക്കേണ്ട ആയത്തുകളാണ്. അടുത്ത ആയത്ത് നോക്കിയോ. وَإِذْ تَقُولُ لِلَّذِي أَنْعَمَ اللَّهُ عَلَيْهِ وَأَنْعَمْتَ عَلَيْهِ ഓതല്ലേ, ഓദിക്കോ. وَأَنْعَمْتَ عَلَيْهِ أَمْسِكْ عَلَيْكَ زَوْجَكَ واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس والله أحق أن تخشاه فلما قضى زيد منها وطرا زوجناكها لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا. وإذ تقولوا അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു ആരെ വിവാഹം ചെയ്തു? സൈനബ് റളിയല്ലാഹു അൻഹയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ പുത്രി കൂടിയാണ് സൈനബ് റളിയല്ലാഹു അൻഹ. ബാപ്പയുടെ പെങ്ങളായ ഉമയ്യ റളിയല്ലാഹു അൻഹയുടെ മകളാണ് സൈനബ് റളിയല്ലാഹു അൻഹ, അമ്മായിയുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹ. അപ്പൊ ഇവിടെ ഒരു വിഷയം കൂടി ഉണ്ട്, ഞാൻ ഈ ആയത്ത് കഴിഞ്ഞ വിശദീകരണത്തിൽ പറയാം. എന്ത് തന്നെയായാലും അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹ ആരെ വിവാഹം ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. وَإِذْ تَقُولُ لِلَّذِي وَإِذْ تَقُولُ قَالَ يَقُولُ നീ പറഞ്ഞു, തഖൂലു നീ പറഞ്ഞ സന്ദർഭം, ലില്ലദി അൻഅമ അല്ലാഹു അലൈഹി അല്ലാഹു അനുഗ്രഹം ചെയ്ത ഒരുവനോട്, വഅൻഅംത അലൈഹി നീ അനുഗ്രഹം ചെയ്ത ഒരുവനോട്. ഇതാരെ കുറിച്ചാണ്? നീ അനുഗ്രഹം ചെയ്തതും അള്ളാഹു അനുഗ്രഹം ചെയ്തതും സെയ്ദ് റളിയല്ലാഹുവിനെ കുറിച്ചാണ്. കാരണം സെയ്ദ് റളിയല്ലാഹുവിന് ഇസ്ലാമിലേക്ക് അള്ളാഹു മാർഗദർശനം നൽകിയതിനെ കുറിച്ചാണ് അള്ളാഹു നിഅമത്ത് ചെയ്തു എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ എന്ത് ചെയ്തു? മോചിപ്പിച്ചു. അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും വളരെ സ്നേഹത്തോടുകൂടി ദത്തുപുത്രനായിട്ട് പോറ്റു മകനായിട്ട് നോക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരായിരുന്നു? സെയ്ദ് റളിയല്ലാഹുവിന്റെ മകനായ ഉസാമ റളിയല്ലാഹു അൻഹു. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ ഇഷ്ടമുള്ളതായിരുന്നു. അപ്പൊ നീ അനുഗ്രഹം ചെയ്തതും അള്ളാഹു അനുഗ്രഹം ചെയ്തതുമായ ആളോട് താങ്കൾ പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത്? അംസിക് നീ പിടിച്ചു വയ്ക്ക്, നീ കൂടെ നിർത്ത്, അലൈക്ക നിന്റെ ഒപ്പം തന്നെ, സൗജക്ക നിന്റെ ഭാര്യയെ നീ തന്നെ കൂടെ നിർത്തുക. ഒത്തക്കില്ല നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. നീ നിന്റെ മനസ്സിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകരെ, താങ്കളുടെ മനസ്സിൽ മറച്ചു വെച്ചിരിക്കുന്നു മല്ലാഹു മുബ്ദീഹി അള്ളാഹു വെളിവാക്കാൻ ഉദ്ദേശിച്ച കാര്യം. താങ്കൾ ജനങ്ങളെ ഭയപ്പെടുകയും ചെയ്യുന്നു. വല്ലാഹു അഹഖു അൻ തഖ്ഷ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടാൻ അർഹതയായി ഉള്ളപ്പോൾ താങ്കൾ ജനങ്ങളെ ഭയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ താങ്കളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട്, അള്ളാഹു വെളിവാക്കാൻ ഉദ്ദേശിച്ച കാര്യം മറച്ചു വെച്ച് കൊണ്ട് ചെയ്യുകയും ചെയ്യുന്നു. ഫലമ്മാ ഖളാ സൈദുൻ മിൻഹ അങ്ങനെ സെയ്ദ് തീരുമാനിച്ചപ്പോൾ, ഫലമ്മാ ഖളാ സൈദുൻ മിൻഹ അവളിൽ നിന്നും, വത്തറൻ തലാഖ് ചെല്ലാൻ തീരുമാനിച്ചപ്പോൾ, കാര്യം തീർക്കാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ തീർത്തപ്പോൾ, സൗവജ്നാകഹ താങ്കൾക്ക് സൈനബ് റളിയല്ലാഹു അൻഹ അവളെ വിവാഹം ചെയ്തു തരാൻ നാം ചെയ്ത്
തരുകയും ചെയ്തു. ലി കൈലായക്കൂന അലൽ മുഅ്മിനീന ഹറജുൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ലി കൈലായക്കൂന അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഒരു ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഹറജുൻ ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഫി അസ്വാജി അദ്ഇയാഇഹിം അവരുടെ പുത്രന്മാരുടെ ഭാര്യമാരുടെ കാര്യത്തിൽ ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിധി താങ്കൾക്ക് നൽകിയത്. അല്ലെങ്കിൽ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ അദ്ദേഹം ഉപേക്ഷിച്ചപ്പോൾ താങ്കളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചത്. ഇതാ കളൗ മിൻഹുന്ന വത്തറ, അങ്ങനെ ആ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചാൽ ആ ഭാര്യമാരെ മുഅ്മിനീങ്ങൾക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കാം. അതിനൊരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിധി ഇവിടെ അള്ളാഹു കൊണ്ടുവന്നിരിക്കുന്നത്. വകാന അംറുല്ലാഹി മഫ്ഊല, അള്ളാഹുവിന്റെ കാര്യം, അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹു നടപ്പാക്കപ്പെടുന്നതാണ്. ഇത് മനസ്സിലായോ? മനസ്സിലായി അല്ലെ? എന്താ ഇത്ര വിഷയം എന്താ അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് എന്ത് ചെയ്തു? സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷെ അവര് തമ്മില് ചേർച്ചയിലല്ലായിരുന്നു. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്ത് ചെയ്യണം? തലാഖ് ചെല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചു. അതാണ് വൈസ്തഖൂലു ലില്ലദീ അൻഅമല്ലാഹു അലൈഹി വഅൻഅംത അലൈഹി, താങ്കളും അല്ലാഹുവും കാരുണ്യം ചെയ്ത, അനുഗ്രഹം ചെയ്ത ആളോട് പറഞ്ഞ സന്ദർഭം എന്താ? അംസിക് അലൈക സൗജക, നീ നിന്റെ ഭാര്യ എന്ത് ചെയ്യണം? നിന്റെ കൂടെ തന്നെ നിർത്തണം, തലാഖ് ചെല്ലണ്ട, അങ്ങനെ തന്നെ നിർത്തണം. മുത്തക്കില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു പറയുന്നത്, ഒത്തുഖ്ഫി ഫീ നഫ്സിക്, നീ നിന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ മറച്ചു വെച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി വന്നു. സെയ്ദ് റളിയല്ലാഹു അൻഹു ഈ സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ട് യോജിപ്പല്ല, തലാഖ് ഉണ്ടാകും. അതിനുശേഷം ആരാണ്? താങ്കളാണ് വിവാഹം ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. നമ്മൾ ചിന്തിക്കും പോലെയല്ല. അവിടെ അന്ന് അറേബ്യയിൽ ദത്തുപുത്രന്മാർ അവരെ സ്വന്തം മക്കളായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അതിന് മുമ്പുള്ള ആയത്തുകളിൽ അതിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദത്തുപുത്രന്മാരെ പുത്രന്മാരായിട്ട് കാണരുത്, അവിടെ വാപ്പയിലേക്ക് ചേർത്ത് പറയണം, അല്ലെ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ചേർത്ത് പറയണം, പക്ഷെ നിങ്ങൾക്ക് അവരെ എന്ത് ചെയ്യാം? നിങ്ങളുടെ കൂടെ നിർത്താം, നിങ്ങളുടെ മൗലയായിട്ടൊക്കെ സ്വീകരിക്കാം, പക്ഷെ ബാപ്പയോടാണ് ചേർത്ത് പറയാവുള്ളൂ. അതുപോലെ തന്നെ അനന്തരാവകാശ സ്വത്തിന്റെ വിഷയത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പൂർത്തീകരണമായിട്ടാണ് ഇവിടെ വേറൊരു വിഷയം പറയുന്നത്. അതായത് ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരായി കാണുന്നു. സ്വാഭാവികമായിട്ട് അവർ വിവാഹം ചെയ്ത ഭാര്യമാരെ അവർ ഉപേക്ഷിക്കുമ്പോൾ വിവാഹം ചെയ്യുന്ന പരിപാടി, കാരണം പുത്രൻ മക്കളുടെ ഭാര്യയാണല്ലോ. അപ്പൊ ആ നിയമത്തെ അള്ളാഹു പൊളിച്ചെഴുതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ കൊണ്ടുവന്നു. കാരണം എന്നാലാണ് ആ ഒരു നിയമം അവിടെ നടപ്പാവുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഒരു വേവലാതി ഉണ്ടായിരുന്നു. ഇത് പറയണേ, ഞാൻ ദത്തുപുത്രന്റെ മകളെ ഭാര്യയെ വിവാഹം ചെയ്തു എന്നുള്ള ആ ജനങ്ങൾ പറയും. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയുള്ളത് കാരണം. അതുകൊണ്ടാണ് നബി അള്ളാഹു പറഞ്ഞത് നിന്റെ മനസ്സിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ തിരുത്തുവന്നേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്രന്ഥമല്ല ഇത്, കൃതിയല്ല ഇത്, അള്ളാഹു വഹീ നൽകണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തുകയാണ്. താങ്കൾ താങ്കളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ മറച്ചു വെച്ചു. അള്ളാഹു മുബ്ദി, അള്ളാഹു അതെന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു? വെളിവാക്കാൻ ഉദ്ദേശിച്ച കാര്യമാണ് താങ്കൾ മറച്ചു വെച്ചത്. എന്തുകൊണ്ടാ? ജനങ്ങൾ എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. അള്ളാഹുവിനെയാണ് അപ്പൊ ഏതൊരു വിഷയത്തിലും ജനങ്ങൾ പറയുമെന്ന് വിചാരിച്ചു. ഇത് എല്ലാവർക്കും ഉള്ളൊരു ഇതാണ്. അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ പിന്നെ ജനങ്ങൾ എന്നും പേടിക്കണ്ട. ആ നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ തന്നെ നടപ്പാക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അങ്ങനെ ആ കാര്യം, ആ വിവാഹമോചനം സെയ്ദിൽ നിന്നും ആ സൈനബ് റളിയല്ലാഹു അൻഹയെ മോചിപ്പിച്ചപ്പോൾ താങ്കൾക്ക് നാം അവളെ വിവാഹം ചെയ്തു തന്നു. വഹിയിലൂടെ വിവാഹം ചെയ്ത
ഏക ഭാര്യയാണ് സൈനബ് റളിയല്ലാഹു അൻഹ. ബാക്കി എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്താണ്, വിവാഹാലോചന നടത്തി ചെയ്തതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ആ രീതിയിൽ സ്വപ്നമായിരുന്നത്. എന്നാൽ ഇത് കൃത്യമായ വഹിയാണ്, ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ. സ്വപ്നവും വഹി തന്നെയാണ്, പക്ഷെ ഇത് നേരിട്ടുള്ള നിർദ്ദേശമാണ്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു നിയമം നടപ്പാക്കുക. പിന്നെ മുഅ്മിനീങ്ങൾക്ക് എന്തിനു വിഷമം ഉണ്ടാവോ? അതിനു വേണ്ടിയിട്ട് മുഅ്മിനീങ്ങൾക്ക് ഒരു വിഷമവും ഉണ്ടാകരുത് ആ കാര്യത്തിൽ. ഫി അസ്വാജി അദ്ഇയാഇഹിം ഇദാ ഖലൗ മിൻഹുന്ന വതറ. അവരുടെ വളർത്തുപുത്രന്മാരുടെ ഭാര്യമാരെ അവർ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരെ ഭാര്യമാരായിട്ട് സ്വീകരിക്കുന്നതിൽ ഒരു വിഷമവും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമം പറയാൻ ആരും പേടിക്കില്ല. ഒരു നാട്ടിൽ മൊത്തം നടപ്പാക്കുന്ന ഒരു കാര്യമാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ അള്ളാഹു എന്ത് ചെയ്തു? പൊളിച്ച് അടക്കി ഇങ്ങനെ തന്നെ ചെയ്യണം. അതാണ് ധാർമ്മികത. അതിനപ്പുറത്തേക്ക് മറ്റേത് അധാർമികമായി പോകും. ഏത്? വളർത്തുപുത്രനെ സ്വന്തം മകനായിട്ട് സ്വീകരിക്കുക, ആ മകൻ വിവാഹം ചെയ്ത ഭാര്യയെ ആ മകൻ ഉപേക്ഷിച്ചാലും പിന്നെ സ്വന്തം മോളെ പോലെ കണ്ട് വിവാഹം ചെയ്യാതിരിക്കുക. എന്നൊന്നും നിർബന്ധമായിട്ട് വിവാഹം ചെയ്യണമെന്നല്ല, ആവശ്യം വന്നാൽ വിവാഹം ചെയ്യുക എന്നുള്ളത് അനുവദനീയമാണ്. ഒരു നിയമം അള്ളാഹു നടപ്പാക്കുന്നത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ തന്നെയാണ്. വകാന അംറുല്ലാഹി മഫ്ഊല. അള്ളാഹുവിന്റെ കൽപ്പന എന്ത് ചെയ്യും? പ്രാവർത്തികമാക്കപ്പെടുക തന്നെ ചെയ്യും. ആരൊക്കെ അതിനെ എതിർത്താലും വിചാരിച്ചാലൊന്നും വിഷയമല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാമിനെ എതിർക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കരുവാരിത്തേക്കാൻ വേണ്ടി വരുന്ന ആളുകൾ സാധാരണ പറയുന്നൊരു വിഷയമാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഊദു ബില്ലാഹ് സൈനബ് റളിയല്ലാഹു അൻഹയെ കാണുന്നു. സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹശേഷം അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ ഒരിക്കലും ആ രീതിയിലുള്ള ചിന്ത പോലും വരില്ല. ഒന്ന്. രണ്ടാമത്തെ, അമ്മായിയുടെ മകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ആ അമ്മായിയുടെ മകളെയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പൊ അത് തന്നെ ഏറ്റവും ഇതാണ്. അമ്മായിയുടെ മകളാണ് സൈനബ് റളിയല്ലാഹു അൻഹ. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം ആലോചിക്കുന്ന ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെ ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊണ്ടുവന്നതിന് ശേഷം കാണുകയും ഇഷ്ടപ്പെടുകയും അങ്ങനെ പിന്നെ നിർബന്ധിച്ച് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് എന്ത് ചെയ്തു? തലാഖ് ചെല്ലിച്ചു. അങ്ങനെ ഭാര്യയാക്കി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ വിമർശകര്, ഇസ്ലാമിനെ ചെളിവാരിത്തേക്കാൻ വരുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷെ ഇതിന്റെ വിഷയം അതുകൊണ്ടാണ് ആയത്ത് ശരിക്ക് പഠിക്കണം. ഇത് ഈ ആയത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അതങ്ങനെ വിവാഹം ചെയ്യാൻ പോലും ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹുവിന്റെ വഹി ഉണ്ടായിട്ട് പോലും അത് മറച്ചു വെച്ചിട്ട് അംസിക് അലൈക സൗജക, നീ നിന്റെ ഭാര്യയെ നിന്റെ കൂടെ തന്നെ നിർത്ത്, തലാഖ് ചെല്ലല്ലേ എന്നാ പറഞ്ഞത്. ജനങ്ങൾ ഇനി എന്ത് പറയുമെന്ന് പേടിച്ചിട്ട്. അപ്പോഴാണ് അള്ളാഹുവിന്റെ തീരുമാനം. ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, അള്ളാഹുവിന്റെ തീരുമാനം നടപ്പാക്കും എന്നുള്ള ആ ഒരു നിയമം അവിടെ നടപ്പായത്. അതാണ് തൊട്ടു മുമ്പുള്ള ആയത്തിലും ഇതേ വിഷയം തന്നെ, ഉമാക്കാന അലി മുഅ്മിനീൻ വലാ മുഅ്മിനത്തിൻ എന്നുള്ള ആ വിഷയവും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. മനസ്സിലായില്ലപ്പേ? ഇപ്പൊ സംശയമൊന്നുമില്ല. ആയത്തൊരു പ്രത്യേക ആയത്തായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകളാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തത്? വിവാഹാലോചന നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യം വിവാഹാലോചന നടത്താലോ അങ്ങനെ ഇതുണ്ടെങ്കിൽ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം തലാഖ് ചെല്ലാൻ വരുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുകയാണ്. അപ്പൊ ആ രീതിയിലെല്ലാം തന്നെ പിന്നെ ഇതിന്റെ അറബി വശങ്ങളൊക്കെയും പഠിക്കാണ്ട്. അതാ പറഞ്ഞാൽ നിങ്ങളുടെ തഫ്സീർ മൊത്തം വായിക്കുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. അത് ആ ഭാഷയുടെ പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെയും വരുമ്പോൾ ഈ പറയുന്ന ആരോപണങ്ങൾക്കെല്ലാം എതിരാണത്. ഏത് രീതിയിൽ നോക്കിയാൽ. അപ്പോൾ ഓക്കെ അല്ലേ? അടുത്ത ആയത്ത് നോക്കിയോ? ഓതിക്കോട്ടോ.
ما كان على النبي من حرج فيما فرض الله له سنة الله في الذين خلوا من قبل وكان أمر الله قدرا مقدورا ما كان على النبي മുഅ്മിനീങ്ങൾക്കും മുഅ്മിനത്തായ സ്ത്രീക്കോ പുരുഷനോ ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞു. ഇനി പറയാൻ അള്ളാഹു പറയാണ് മാ കാന അലൻ നബി, നബിക്കും ആകാവുന്നതല്ല, മിൻ ഹറജിൻ, ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല, ഫീമാ ഫറളല്ലാഹു ലഹു, അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ അള്ളാഹു വിധിച്ചൊരു കാര്യം, അള്ളാഹു നിർബന്ധമാക്കി അല്ലെങ്കിൽ നിയമിച്ചൊരു കാര്യത്തിൽ ഒരു വിഷമവും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പ്രവാചകൻ പോലും വിഷമിക്കാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞ തീരുമാനം. ഇത് ഈ ഖുർആൻ എന്താ പറയാ അള്ളാഹുവിൻ്റെ ആണ് എന്നുള്ളതിന് തെളിവുകളാണ് ഈ ആയത്തുകളെല്ലാം തന്നെ. ഇവിടെ നബിയോട് നേരിട്ട് തന്നെ പറയാണ് താങ്കൾക്കും ഒരു രക്ഷയില്ല. അള്ളാഹ് എന്താണ് ഇതെന്താണ് താങ്കളുടെ എന്താണ് ബാധ്യത, അലൈക്കൽ ബലാഗ്, ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൂ. ബാക്കി നിയമങ്ങളൊക്കെ ആരാ പറയേണ്ടത്? അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിയായ മതപരമായ ഏതൊരു കാര്യവും വഹിയിലൂടെയാണ് സംസാരിച്ചത്. അള്ളാഹു പറയണം. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെങ്കിലും വന്നൊരു വിധി ചോദിക്കുമ്പോൾ എന്താ ചെയ്യാറ്? ഉണ്ടാതിരിക്കും. കാരണം എന്താ? വഹി വന്നം. ഒരൊറ്റ പ്രാവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പറയാന്ന് പറഞ്ഞത്. അതിനാൽ അള്ളാഹു സൂറത്തുൽ കഹ്ഫിലൂടെ പറഞ്ഞു വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അയ്യശാ അല്ലാഹ്. താങ്കൾക്ക് അങ്ങനെ പറയാൻ അധികാരമില്ല. അവിടെ എന്താണ് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുകയാണ്. അപ്പൊ ആ രീതി ഇതൊന്നും വീഴ്ചയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീഴ്ചയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനുഷികമായിട്ട് എന്താ വഹി വന്നുകൊണ്ടിരിക്കുന്നു, എപ്പോഴെങ്കിലും വരും കിട്ടും, ഇല്ല അങ്ങനെയല്ല എന്നുള്ള അള്ളാഹു തിരുത്തി കൊടുക്കണതാണ് ഓരോ പ്രാവശ്യവും. ഇതും അത് തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് ഒരു നിയമം അള്ളാഹു നിയമമാക്കിയാൽ താങ്കൾക്കും ഒരു വിഷമം വരാൻ പാടില്ല, ഒരു പ്രവാചകനും ആ വിഷമം വരാൻ പാടില്ല. കാരണം എന്താ? സുന്നത്തല്ലാഹ്, ഇതെന്താണ്? അള്ളാഹുവിന്റെ ആ രീതിയാണത്, നടപടിക്രമമാണത്. ഫില്ലദീന ഖലൗ മിൻ ഖബൽ, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കുള്ള അതേ നടപടിക്രമമാണ് താങ്കൾക്കും ഉള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ പിന്നെ അത് സ്വീകരിക്കാൻ ഒരു വിഷമവും പാടില്ല എന്നുള്ള എല്ലാ പ്രവാചകന്മാർക്കുള്ളതാണ്. സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൗ മിൻ ഖബൽ, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും ഉള്ള ഒരു നടപടിക്രമമാണത്. വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ, അതെന്താണ്? വ്യവസ്ഥയാക്കപ്പെട്ട കാര്യമാണ് അത്. അത്രയ്ക്ക് കൃത്യമായ കണിശതയോടുകൂടി കണക്കോടുകൂടി ഉള്ളതാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ. അതില് പിന്നെ ഒരു രീതിയിലും ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ത്രികാലജ്ഞാനിയായ എന്ന് പറഞ്ഞാൽ ഭാവിയും ഭൂതവും വർത്തമാനവും ഒരുപോലെ അറിയുന്ന പൂർണ്ണമായ അറിവിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ നിയമം. ആ റബ്ബിന്റെ നിയമം എന്താണ്? ഖദറൻ മഖ്ദൂറയാണ്, വ്യവസ്ഥയാക്കപ്പെട്ടതാണ്. അതിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സ്വീകരിക്കാൻ എന്താ വിഷമിക്കുന്നത്? അവിടെയാണ് ഒരു വിശ്വാസി അള്ളാഹുവിന്റെ നിയമത്തെ കുറിച്ച് ആദ്യം പഠിക്കേണ്ടത്. ഈ നിയമം എല്ലാ കാലത്തേക്കും ഉള്ളത് എന്ന് അള്ളാഹുവിനറിയാലോ. അള്ളാഹുവിനറിയാം ഏതൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ കണ്ടിട്ടില്ലേ പലപ്പോഴും നമ്മുടെ സൗദിയിൽ നടപ്പാക്കുന്ന ചില നിയമങ്ങളെ കുറിച്ച് തല വെട്ടിക്കളയുന്ന, കൈവെട്ടും അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിയമങ്ങൾ, ഇസ്ലാമിന്റെ നിയമങ്ങളെ പലപ്പോഴും പണ്ട് കാലത്തൊക്കെ വളരെ എന്താ പറയാ അപരിഷ്കൃതമാണ്, മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നെല്ലാം പറയുന്നത്. ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് ആലമുറ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കൊന്നുകളഞ്ഞേക്കണം അല്ലെ? ഒരു വിട്ടുവീഴ്ചയില്ലാതെ പറയുക കൊന്നു കളഞ്ഞേക്കണം. അപ്പൊ ആ ഒരു തിന്മയോടുള്ള ഇസ്ലാം എന്താണ് ശരിക്കും പറഞ്ഞാൽ? കൊന്നവനെ കൊല്ലണമെന്ന് പറഞ്ഞ എന്താണ്? അത് അവിടെ തീരണം. പ്രതികാരവും പകയായിട്ട് പിന്നെ അത് ഒരു കുടുംബം മുഴുവൻ നടന്ന് പിന്നെ ഒരു നാട്ടിലേക്ക് വ്യാപിക്കരുത്. ഒരാളെ കൊന്നാൽ അവനെ കൊല്ലാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കുടുംബത്തിന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാം, മാപ്പ് ചെയ്ത് കൊടുക്കാം. മാപ്പ് ചെയ്ത് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. അല്ല കൊല ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഇനി കൊല ചെയ്യണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ?
ഇനി നിങ്ങളുടെ കണ്ണെടുത്താൽ കണ്ണെടുക്കാം, നിങ്ങളുടെ കൈയാണെങ്കിൽ കൈ തിരിച്ചെടുക്കാം. എന്തിനു വേണ്ടിയിട്ടാ? പകയുണ്ടാകരുത്, അവിടെ തീരണം. എൻ്റെ മകൻ്റെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചെനിക്ക് നടപടിക്രമം എടുക്കാം, പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ടല്ല, ഭരണകൂടത്തിന്റെ കീഴിൽ നടപടിക്രമം എടുക്കാം. അത് അവിടെ തീരണം. പിന്നെ പക വെച്ചുകൊണ്ട് നടക്കരുത്. പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പലപ്പോഴും ആ പകയിലൂടെ ഒരു നാട്ടിൽ തന്നെ വലിയ ഇസ്ലാം എന്ത് ഉദ്ദേശിക്കുന്നു? അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അള്ളാഹു എപ്പോഴും സലാമിന്റെ ശാന്തിയുടെ മാർഗത്തിലേക്ക്, അത് ദുനിയാവിലും ആഖിറത്തിലും ശാന്തിയാണ്, അതിനപ്പുറത്തേക്കില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന ഫതഹ്ന ലക ഫത്ഹൻ മുബീന എന്ന് ഏറ്റവും വലിയ വിജയം, വ്യക്തമായ വിജയം നാം ഞങ്ങൾക്ക് നൽകിയില്ലേ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചാ യുദ്ധത്തിൽ ജയിച്ചതിനെ കുറിച്ച്. ബദറിൽ ഭയങ്കര യുദ്ധമായിരുന്നു അല്ലെ? ആ യുദ്ധത്തിൽ ജയിച്ചതിനെ കുറിച്ചല്ല ഫത്ഹൻ മുബീന പറഞ്ഞത്. ഇതിനെ കുറിച്ചാ ഹുദൈബിയ സന്ധിയെ കുറിച്ച്. ആ സന്ധിയിലാണെങ്കിലോ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾക്ക് ചില ഇഷ്ടപ്പെടാത്ത ചില വ്യവസ്ഥകൾ കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അതിനെ കുറിച്ചാ പറഞ്ഞ ഇന്ന ഫതഹ്ന ലക ഫത്ഹൻ മുബീന. സന്ധി ചെയ്തപ്പോൾ, സമാധാനം ഉണ്ടാക്കിയപ്പോൾ, എവിടെയാണ്? അപ്പൊ സമാധാനമാണ് അതിലൂടെ. അല്ലാതെ അള്ളാഹുവിന്റെ നിയമങ്ങളൊന്നും മനുഷ്യരെ ക്രൂരമായി ശിക്ഷിക്കാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ട് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ പറയുന്നില്ല വ്യഭിചരിച്ചിട്ടില്ല, വ്യഭിചരിച്ചു. അങ്ങനെ ഗർഭിണിയാകുന്നു, കുട്ടി ഉണ്ടാകുന്നു. കുട്ടിക്ക് അവൾ വരുമ്പോഴേക്കും പാല് കുടിക്കുന്ന പ്രായം. അവസാനം കുട്ടി ഒരു ബ്രെഡിന്റെ കഷ്ണം, ഒരു കുബൂസിന്റെ കഷ്ണം സ്വന്തം കടിച്ച് തിന്നുന്നത് കണ്ടപ്പോഴാണ് അവളുടെ പേരിൽ ശിക്ഷ നടപ്പാക്കിയത്. വേറെ സഹാബി വരുന്നുണ്ട്, ഞാൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഇല്ല, താങ്കൾ വ്യഭിചരിച്ചിട്ടില്ല, താങ്കൾ എന്തോ അബോധാവസ്ഥയിലായിരുന്നു, താങ്കൾ തോന്നിയതാണ്, താങ്കൾ ആ പെണ്ണിന്റെ അടുത്ത് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞ ശിക്ഷ നടപ്പാക്കാനല്ല, പെട്ടെന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയാണ്. താങ്കൾക്ക് തോന്നിയതാണ്. അപ്പൊ ശിക്ഷ നടപ്പാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരുടെയും ഔറത്തിന്റെ പുറകിൽ, ആരുടെയും കുറ്റന്വേഷിച്ചുകൊണ്ട് പോകരുത്. നിങ്ങൾ കുറ്റം തെളിഞ്ഞു എന്ന് കുറ്റാരോപിതവുമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ, അത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭരണാധികാരിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ശിക്ഷ നടപ്പാക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ആരുടെയും പുറകെ പോണ്ട. നിങ്ങളതിനെ കണ്ടാൽ, അതിന് തെളിവും സാക്ഷിയായിട്ട് വന്നാൽ അപ്പം നടപ്പാക്കാം. പക്ഷെ ആരുടെയും പുറകെ പോയി ഇന്നാൾ എന്ത് ചെയ്തു, ഇന്നാൾ ഇല്ല, അതിന് നമ്മളെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടേ ഇല്ല. ഒരാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ ആരെയും ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടില്ല. വ്യക്തിപരമായിട്ട് സ്വകാര്യമായിട്ട് മനുഷ്യർക്ക് തെറ്റു വന്നു പോകാം, തിരുത്തട്ടെ, തൗബ ചെയ്യട്ടെ. തെറ്റ് തിരുത്തുന്നവനും തൗബ ചെയ്യുന്നവനുമാണ് ഏറ്റവും ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പൊ അത്രയ്ക്ക് കൃത്യമാണ്, അത്രയ്ക്ക് കാരുണ്യത്തിന്റെ സമാധാനത്തിന്റെ മതമാണ്. ഈ നിയമമൊക്കെ എന്തിനാണ്? വ്യക്തമായി പറഞ്ഞാലാണ് നിയമാവുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമം പറയുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിന് തീരുമാനിച്ചാൽ നിയമമാക്കി കൊടുത്ത ഒരു കാര്യത്തിൽ ഒരു വിഷമവും പ്രവാചകന് പാടില്ല. സുന്നത്തുല്ലാഹി ഫിൽ ലദീന ഖലൗ മിൻ ഖബൽ, അത് മുൻപ് കഴിഞ്ഞ പ്രവാചകന്മാർക്കുള്ള അതേ നടപടിക്രമങ്ങളാണ്. വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ, അത് വ്യവസ്ഥയാക്കപ്പെട്ട, വ്യവസ്ഥാപിതമായ, കൃത്യമായ, ഖണ്ഡിതമായ നിയമങ്ങളുമാണ് ആ നിയമങ്ങൾ. നോക്കൂ, الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. الذين يبلغون رسالات الله, الذين يبلغون, എത്തിക്കുന്ന ആളുകൾ, പ്രബോധനം ചെയ്യുന്ന ആളുകൾ, റിസാലാത്തില്ല, അള്ളാഹുവിന്റെ റിസാലത്തുകൾ, അള്ളാഹുവിന്റെ ദൗത്യത്തെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മതത്തെ, വയഖ്ശൗനഹു, അവനെ ഭയപ്പെടുകയും ചെയ്യുന്നവർ. അള്ളാഹുവിന്റെ ദൗത്യങ്ങളെ, അള്ളാഹുവിന്റെ റിസാലാത്തിനെ, ദീനിനെ എത്തിക്കുന്നവരും അവനെ ഭയപ്പെടുന്നവരും. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും അവർ ഭയപ്പെടുന്നുമില്ല. വകഫാ ബില്ലാഹി ഹസീബ, അള്ളാഹു മതി അവന്റെ എല്ലാം കണക്ക് നോക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു മതി അവന് എല്ലാം കൃത്യമായിട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട്. അപ്പൊ വലിയൊരു ബാധ്യതയാണ് ടപ്പ നമ്മളോട് പറഞ്ഞത്. എന്ത്? അള്ളാഹുവിന്റെ റിസാലത്ത് എത്തിക്കുക എന്നുള്ളത്, പ്രവാചകന്മാർക്ക് കൊടുത്ത
ആ ബാധ്യത എന്ത് ചെയ്യണം? നമ്മൾ എത്തിക്കണം എന്നുള്ളതാണ്. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. ما كان محمد ഇവിടെ വലാകിർ റസൂൽ, അതൊക്കെ നമുക്ക് തജ്വീദ് അറിയാലോ എല്ലാവർക്കും അല്ലേ? ഈ വരുന്നവരെല്ലാം തജ്വീദിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കണമല്ലേ? അല്ല, പങ്കെടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. പങ്കെടുക്കണം. നിയമങ്ങളാണ്. തജ്വീദ് അനുസരിച്ച് ഓതൽ നിർബന്ധവുമാണ്. മാ കാന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ല അബാ അഹദിൻ മിർ റിജാലിക്കും, നിങ്ങളിൽ നിന്നും ഒരു പുരുഷന്റെയും അബു പിതാവല്ലാന്ന്. വലാകിൻ എന്നാൽ റസൂൽ അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്. വഖാതമൻ നബിയ്യീൻ, അതുപോലെ തന്നെ ആരാണ്? അവസാനത്തെ പ്രവാചകനാണ്. പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനുമാണ്. വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമാ, അള്ളാഹു എല്ലാത്തിനെ കുറിച്ചും കൃത്യമായി അറിയുന്നവനുമാണ്. അപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞ റിസാലാത്ത് എത്തിക്കേണ്ട ബാധ്യതയ്ക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇനി ആരും എന്ത് ചെയ്യരുത്, സെയ്ദിന്റെ പാപ്പാന്ന് പറയാൻ പാടില്ലെന്ന് അല്ലേ? അപ്പൊ ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ആൺമക്കളുണ്ടായി, പക്ഷെ അവരൊക്കെ മരിച്ചുപോയി, ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അതുകൊണ്ട് അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം അല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിൽപ്പെട്ട ഇനി ജീവിച്ചിരിക്കുന്ന ഒരു പുരുഷന്റെയും ഖണ്ഡിതമായിട്ട് പറയാം ബാപ്പയല്ല, അള്ളാഹുവിന്റെ റസൂലാണ്, റസൂല് മാത്രമാണ്. വഖാതമൻ നബിയ്യീൻ, അവസാനത്തെ പ്രവാചകൻ, ഇനി ഒരു പ്രവാചകൻ വരാനില്ല. വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ, അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി എല്ലാത്തിനെ കുറിച്ചും കൃത്യമായി അറിയുന്നവനുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിട്ട് എന്താണ്, അവസാനത്തെ പ്രവാചകനാണ്. ഇനിയൊരു പ്രവാചകൻ, ഇത് ഖാദിയാനികൾ പറയും പോലെ പ്രവാചകനൊന്നും വരാനില്ല. അത് ഖുർആൻ ഖണ്ഡിതമായിട്ട് പറഞ്ഞില്ല. കാരണം ഇനി പ്രവാചകൻ വരേണ്ട കാര്യമില്ല. യൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ഹജ്ജത്തുൽ വിദായിൽ വെച്ച് പറഞ്ഞതാണ്. എന്താണ്? ഇന്ന ദിവസം ദീൻ പൂർത്തീകരിച്ചിരിക്കുന്നു, ഇനി അതിലേക്കൊന്നും വരാനില്ല. എല്ലാം നിങ്ങൾക്ക് ഈ ദീനിനെ ഇസ്ലാമിനെ ദീനായിട്ട് അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, അത് പൂർത്തീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, താങ്കളെ ജനങ്ങൾക്ക് മുഴുവനായിട്ടല്ലാതെ എല്ലാ ലോകത്തുള്ള എല്ലാ കാലത്തേക്കും അന്ത്യനാൾ സംഭവിക്കുന്ന അന്ന് വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന നിയമങ്ങളുമായിട്ട് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. അത് വിശദീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണ്ട, ഇനിയൊരു പ്രവാചകൻ വരേണ്ടതില്ല. അതിനു മുമ്പെല്ലാം എന്തായിരുന്നു? ചിലപ്പോൾ ഒരു ഗോത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു നാട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സമൂഹത്തിലേക്കോ ആയിരുന്നു പ്രവാചകന്മാർ അയച്ചിരുന്നത്. ബനൂ ഇസ്രായേലിയർക്ക് അയച്ചു, അത് അവിടെ തീർന്നിരുന്നു. എന്നാൽ ഇനി ഒരു പ്രവാചകൻ വരേണ്ടതില്ല. കാരണം കാഫത്തൻ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവനായിട്ടുള്ളതാണ്, ജനങ്ങളിലേക്ക് മുഴുവനുമായിട്ടാണ് പ്രവാചകനെ അയച്ചിരിക്കുന്നത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ ഉത്ബോധനത്തെ, ഖുർആനിനെ നാമാണ് ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കും. ഖുർആനും ഹദീസും അതാണ് പ്രമാണം, അടിസ്ഥാന പ്രമാണം. രണ്ട് പ്രമാണമല്ല, അടിസ്ഥാന പ്രമാണം. ഖുർആൻ പിന്നെ ഹദീസല്ല, ഖുർആനും ഹദീസുമാണ് പ്രമാണം. ഖുർആനിൽ വന്നു, ഹദീസിൽ വന്നു, രണ്ടും ഒരുപോലെ. ഒന്ന് അള്ളാഹുവിന്റെ കലാമാണ്, മറ്റല്ലാഹുവിന്റെ വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ നിയമം. രണ്ടും അത്രേ ഉള്ളൂ. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, ആ രീതിയിൽ അതിന്റെ വല്ലാത്ത വ്യത്യാസമുണ്ട്. മറ്റത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നു, പറഞ്ഞു തന്നു, അംഗീകരിച്ചു. ഈ രീതിയിലാണ് ഹദീസിനെ ചെയ്യുന്ന. രണ്ടും ഈ മതവിധിയുടെ വിഷയത്തിൽ വരുമ്പോൾ പ്രമാണമായിട്ട് അംഗീകരിക്കുക. ഒന്നും രണ്ടും പ്രമാണമല്ല, പ്രമാണമായിട്ട് ഖുർആനെയും ഹദീസിനെയുമാണ് അംഗീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഖാത്തമൻ നബിയീൻ, ചില
ഓത്തിൽ കൂടുതൽ ആളുകൾ ഇത് ഓതുമ്പോൾ ഖാത്തിമുൻ നബി എന്നും ഓതും. രണ്ടാണെങ്കിലും, ഒന്ന് ഖാത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എന്നും, അതുപോലെ സീല് വെക്കപ്പെട്ട പ്രവാചകന്മാരുടെ സീല് വെക്കപ്പെട്ടാണ്. ഇനി തുറക്കാൻ പറ്റൂല, അവിടെ അള്ളാഹു സീല് വെച്ച് വിട്ടിരിക്കുന്നതാണ്. ഇനി ആ ഒരു പ്രവാചകത്വം തുറക്കുന്നതല്ല. അതുപോലെ തന്നെ ഖാത്തിമുൻ നബീൻ എന്നുള്ള ഓത്തുമുണ്ട് ഈ ഓത്തിൽ. അതായത് ഇപ്പോൾ കാര്യങ്ങൾ ഓതുമ്പോൾ ഖാത്തിമുൻ നബീൻ എന്നും ഓതുന്ന ഓത്തുണ്ട്. ഖാത്തിമിന്റെ നേർക്കുനേരർത്ഥം അവസാനത്തെ പ്രവാചകൻ എന്ന് തന്നെയാണ്. ഏത് രീതിയിലും നോക്കിയാലും ഈ ഖാദിയാനികളെന്നും പറയുമ്പോൾ അതിന് വിശദമായിട്ട് അതിന്റെ വിശദീകരണം കിടക്കുന്നുണ്ട്. അതെല്ലാം വായിക്കാവുന്നതാണ്. അപ്പൊ എന്ത് തന്നെയായാലും അവസാനത്തെ പ്രവാചകനാണ്. നിങ്ങളിൽപ്പെട്ട ആരുടെയും ബാപ്പയുമല്ല, പുരുഷന്മാരുടെ ബാപ്പയുമല്ല, അള്ളാഹുവിന്റെ റസൂലാണ്. ആ റസൂലിനെ നിങ്ങൾ റസൂലായിട്ട് അനുസരിക്കുകയും നിങ്ങൾക്ക് കിട്ടിയതിന് എന്ത് ചെയ്യണം. അതുകൊണ്ടാണ് എന്തുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനായതുകൊണ്ടാണ് നമ്മെക്കുറിച്ച് പറഞ്ഞത് എന്ത്, ഫൽതകും മിൻകും ഉമ്മത്തൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അറിയാമല്ലേ, എന്താണ് നിങ്ങളായിരിക്കണം എന്ത് ചെയ്യണം. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി തന്ന ഖുർആൻ, പ്രവാചകന്റെ ജീവിതം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സമുദായം നിങ്ങളായിരിക്കണം. ഉഖ്രിജത്തിൽ ഇന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു സമൂഹമാണ് നിങ്ങൾ എന്ന് നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്കാണ് ആ ബാധ്യതയുള്ളത്. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്കും സാക്ഷിയാണ് എന്ന് ഖുർആൻ വിശദീകരിച്ചതുപോലെ ഇനി ഒരു പ്രവാചകൻ വരാനില്ല. പ്രവാചകന്മാരുടെ അനന്തരാവകാശം ഏറ്റെടുക്കേണ്ടതും അല്ലദീന യുബല്ലിഗൂന റിസാലാത്തി, ആ റിസാലത്ത് എത്തിക്കേണ്ടതും ആരുടെ ബാധ്യതയാണ്? നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.